നമസ്തേ, ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഇവിടെ ഒരു നന്ദിയുടെ ക്ഷേത്രമുണ്ട്. പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ആ ക്ഷേത്രത്തിൻ്റെ പേര് പ്രത്യേകതയുള്ള ഒരു പേരാണ്. വളരെ യുണീക്കായിട്ടുള്ളൊരു പേരാണ്, ഒരു നീണ്ട പേരാണ്. ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഇത്രയും വലിയ പേര് വരാൻ കാരണം എന്താണെന്ന് ഞാൻ അകത്ത് പോയിട്ട് പറഞ്ഞുതരാം. ബ്രഹ്മപ്രോക്തൈർ ഋഷിപ്രോക്തൈർ വേദവേദാംഗ സംഭവൈർ സർവലോകേഷു വിഖ്യാതം സ്തുത്യം സ്തോഷ്യാമി നാമഭി. ബാംഗ്ലൂരിലെ മല്ലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഇതിന് മുമ്പത്തെ ശ്രേഷ്ഠ എപ്പിസോഡിൽ മല്ലേശ്വരത്തെ വേറൊരു ക്ഷേത്രം ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു, കാടുമല്ലികാർജുന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ കാടുമല്ലികാർജുന ക്ഷേത്രവും. അത് അവിടെയാണ് ആ ക്ഷേത്രം. പിന്നെ ഇതിൻ്റെ നേരെ എതിർവശത്തായിട്ട് ഗംഗമ്മ ദേവി ക്ഷേത്രമുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിന് നല്ല മേളിലായിട്ട് നന്ദിയുടെ വലിയൊരു ബിംബം നിങ്ങൾ കണ്ടല്ലോ. അതേപോലെ തന്നെ കോമ്പൗണ്ട് വാളിൽ മുഴുവനും നന്ദിയുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്നത്തെ ശ്രേഷ്ഠ എപ്പിസോഡിൽ എൻ്റെ ബാംഗ്ലൂരിലുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഇത് കണ്ടോ, സുന്ദരി കുട്ടികളായിട്ട് വന്നിരിക്കുന്നത് ഗൗരിയും അർച്ചനയും ആര്യവും. ഏകദേശം 400 വർഷത്തോളം ഈ ക്ഷേത്രം മണ്ണിനടിയിൽ അപ്രത്യക്ഷമായിരുന്നു. നമുക്ക് ഈ ക്ഷേത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ റോഡിൽ നിന്ന് ഒരുപാട് താഴേക്ക് ഇറങ്ങിയാണ് ഈ ക്ഷേത്രം. സാധാരണ ക്ഷേത്രങ്ങളെല്ലാം സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസ് പ്രത്യേകിച്ച് അതിനെന്താ ഒരു ഗോപുരം ഉണ്ടാവും, ഒരേപോലെ ഒരു സ്ട്രക്ചറാണ്, ഒരു യൂണിഫോമിറ്റി ഉണ്ട് എല്ലാ ക്ഷേത്രങ്ങൾക്കും അല്ലേ. പക്ഷേ ഈ ക്ഷേത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ താഴേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഒരുപാട് വർഷം ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന്. 400 വർഷത്തോളം മണ്ണിനടിയിലായിരുന്നു. പിന്നെ 1997 ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അത് റിനോവേറ്റ് ചെയ്തതും. പക്ഷേ 1882 മുതൽ തന്നെ ഈ നന്ദി തീർത്ഥം, ഇതിനെക്കുറിച്ച് ആൾക്കാർക്കറിയാം. ഇവിടെ ഒരു നന്ദി ഉണ്ടെന്നും നന്ദിയുടെ വായിൽ നിന്നും ഇങ്ങനെ തീർത്ഥം വന്നിട്ട് ഒരു കല്യാണി, അതായത് ക്ഷേത്രക്കുളം ഉണ്ടെന്നും അതിൻ്റെ ഒരു പ്രസൻസ് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ കുറേ കാലത്തിന് ശേഷമാണ് ക്ഷേത്രം ഈ ഒരു രൂപത്തിലാക്കിയത്. विश्वेश्वर दर्शन कर चल मन तुम काशी, विश्वेश्वर दर्शन कर चल मन तुम काशी, विश्वेश्वर दर्शन कर चल मन तुम काशी, दर्शन कर चल मन तुम काशी, विश्वेश्वर दर्शन कर चल मन तुम काशी, विश्वेश्वर दर्शन जब किन हो बहु प्रेम सरित, विश्वेश्वर दर्शन जब किन हो बहु प्रेम सहित, विश्वेश्वर दर्शन
സിറ്റിയുടെ നടുക്ക് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തോന്നില്ല. ഞാൻ ഇതിന് മുമ്പുള്ള ശ്രേഷ്ഠ എപ്പിസോഡിൽ ഒരു ക്ഷേത്രം പരിചയപ്പെടുത്തിയിരുന്നു, മല്ലേശ്വരം ക്ഷേത്രം, കാട് മല്ലികാർജുന ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മുഴുവൻ കാടായിട്ട്, അതിൻ്റെ പേര് തന്നെ കാട് മല്ലേശ്വരം എന്ന് വരാൻ തന്നെ കാരണം അത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ അല്ലേ. ഇവിടെ സിറ്റിയുടെ നടുക്കാണെങ്കിൽ പോലും ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് അവർ പ്രിസർവ് ചെയ്യുന്നുണ്ട്. വളരെ തണുത്ത ഒരു ഫീലിംഗ് ആണ്. വിഭൂതിനാമപി വർഷശതൈരപി യസ്യാദി മധ്യമന്തഞ്ച സുരൈരപി ന ഗമ്യത്തെ കസ്തസ്യ ശക്നുയാദ്വക്തും ഗുണാൻ കാത്സന്യേന മാധവ കിന്തു ദേവസ്യ മഹത സംക്ഷിപ്താർത്ഥ പദാക്ഷരം. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നന്ദി ശിവനെ ഫേസ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാവാറ്. ഈ ക്ഷേത്രത്തിൽ ശിവലിംഗത്തിന്റെ ഒരു പടി മേളിലായിട്ടാണ് നന്ദിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതായത് നന്ദിയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്നാണ് കണക്കാക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് അങ്ങനെ വരാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ദക്ഷിണമുഖ നന്ദി തീർത്ഥ, അതായത് ദക്ഷിണമുഖ എന്ന് പറഞ്ഞാൽ ദക്ഷിണ ഭാഗത്തേക്ക് ഫേസ് ചെയ്ത നന്ദിയാണ് ഇവിടെ ഉള്ളത്. തീർത്ഥ എന്ന് പറഞ്ഞാൽ തീർത്ഥമാണ്. അപ്പം ദക്ഷിണമുഖ നന്ദി തീർത്ഥ, ആ നന്ദിയുടെ വായിൽ നിന്ന് എപ്പോഴും ഒരു തീർത്ഥം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വീണിട്ട് നേരെ പോകുന്നത് ശിവലിംഗത്തിൻ്റെ മേളിലേക്കാണ്. എന്നിട്ട് അത് കളക്റ്റ് ആവുന്നത് കല്യാണി എന്ന് പറയുന്നത് ഈ അമ്പലക്കുളമാണ്. ഇതാണ് അമ്പലക്കുളം. ഈ അമ്പലക്കുളത്തിലേക്കാണ് അത് കളക്റ്റ് ആവുന്നത്. ഇപ്പോഴും ഈ തീർത്ഥം എവിടെ നിന്നാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു മിസ്റ്ററി ആയിട്ട് നിലനിൽക്കുകയാണ്. കണ്ടോ, അവിടെ നന്ദിയുടെ വായിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. ആ ഒരു മുമ്പിലായിട്ടൊരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ താഴെ ശിവലിംഗത്തിൻ്റെ മേളിലേക്ക് ആ തീർത്ഥം വീണുകൊണ്ടിരിക്കുകയാണ്. കിന്തു ദേവസ്യ മഹത സംക്ഷിപ്താർത്ഥ പദാക്ഷരം ശക്തിതശ്ചരിതം വക്ഷ്യേ പ്രസാദാത്തസ്യ ധീമത അപ്രാപ്യതു തതോനുജ്ഞാം. സാധാരണയുള്ള എല്ലാ ക്ഷേത്രവും പോലെ തന്നെ ഇവിടെയും നവഗ്രഹത്തിന്റെ പ്രതിഷ്ഠയും ഗണപതിയുടെ പ്രതിഷ്ഠയും ഉണ്ട്. അപ്രാപ്യതു തതോനുജ്ഞാം ന ശക്യ സ്തോതുമീശ്വര. ഇവിടെയാണ് ഗണപതിയുടെ ഉപപ്രതിഷ്ഠയുള്ളത്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം പരിചയപ്പെടാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് എൻ്റെ സ്റ്റുഡൻസ്, ബാംഗ്ലൂരിലുള്ള എൻ്റെ സ്റ്റുഡൻസിനോടൊപ്പമാണ്. ബാംഗ്ലൂരിൽ സിറ്റിയുടെ നടുക്ക് പോലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം, ഇത്രയും പച്ചപ്പിനിടയിൽ ഇവർ നന്നായി പ്രിസർവ് ചെയ്ത് വരുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. ഇതുപോലുള്ള മറ്റൊരു ശ്രേഷ്ഠ എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്തേ.